മാന്നർ മച്ചാൻസിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ റെട്രോയുടെ തേർഡ് സിംഗിൾ ഇറങ്ങിയിരിക്കുകയാണ്. ആ വൺ എന്ന് പറയുന്ന തേർഡ് സിംഗിൾ ആണ് ഇറങ്ങിയിരിക്കുന്നത്. ഷാൻ വിൻസെന്റ് ഡി പോൾ എന്ന് പറഞ്ഞ ആളും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിദ് ശ്രീറാമും സനയും കൂടാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. വിവേകാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു ലിറിക്സ് ആണ്. സൂര്യയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന പോലത്തെ ഒരു ലിറിക്സ് ആണ് വന്നിരിക്കുന്നത്. ശരിക്കും ഒരു സിനിമയുടെ ഇത് മാത്രമല്ലാതെ പുള്ളിക്കാരനയുടെ ആ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് കണക്റ്റ് ആവുന്ന രീതിക്കത്തെ ഒരു ലിറിക്സ് ആണ്. നമുക്ക് ശരിക്കും കേൾക്കുമ്പോൾ ഒരു ഗൂസ് ബംസ് തോന്നും. ഒരാളാണെങ്കിൽ ഒരു യുദ്ധത്തിന് വേണ്ടി റെഡി ആകുന്ന പോലത്തെ ഒരു സോങ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്തും നമുക്കറിയാം ലവ് ലാഫ്റ്റർ വാർ. ആദ്യത്തെ സോങ് ഒരു ലവ് ആണെങ്കിൽ, രണ്ടാമത്തെ സോങ് ഒരു ലാഫ്റ്റർ ആണെങ്കിൽ, മൂന്നാമത്തെ സോങ് ആണെങ്കിൽ വാർ. കറക്റ്റ് ആ ഒരു ഓർഡറിൽ തന്നെയാണ് അവർ ഈ സോങ് ഇറക്കിയിരിക്കുന്നത്. പറയാനൊന്നുമില്ല, റൊമാൻറ്റിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു സോങ് തന്നെയാണ്. ഇതിലിടയ്ക്ക് വരുന്ന റാപ്പ് ആണെങ്കിൽ ചില ഫീലായിട്ടുള്ള ഒരു ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ് കേൾക്കാനായിട്ട്. എന്തായാലും സൂര്യയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഇതിനകത്ത് ശരിക്കും അറിയാനുണ്ട്. പിന്നെ ഇതിനകത്ത് ലാസ്റ്റ് ഒരു സംഭവമുണ്ട്, സൂര്യ ഇങ്ങനെ നടന്ന ഒരു സംഭവമുണ്ട്. ഇത്ര നാളായിട്ട് കണ്ടതിൽ നിന്നും സൂര്യയുടെ ആ ഒരു ഗെറ്റപ്പ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് ആണെങ്കിലും മൊത്തത്തിലൊരു വ്യത്യാസം. ലാസ്റ്റ് ആ നടന്നു പോകുന്നൊരു സംഭവം ബാക്കിൽ നിന്ന് കാണിക്കും. കറക്റ്റ് രജനീകാന്തിൻ്റെ ആ ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാണുമ്പം. നമുക്ക് എല്ലാവർക്കും അറിയാം കാർത്തിക് സുബ്ബരാജ് ഭയങ്കര ഒരു രജനീകാന്ത് ഫാനാണ്. അദ്ദേഹം അപ്പോൾ ആ ഒരു രീതിക്കാനാണ് സൂര്യൻ ഈ ഒരു സിനിമയ്ക്കകത്ത് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ സോങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ഗോഡ് മോഡാണ്. നമ്മൾ അഭിനയിച്ചിരിക്കുന്ന സൂര്യ ഉൾപ്പെടെ ഇതിനകത്ത് പാടിയിരിക്കുന്ന ആൾക്കാർ, മ്യൂസിക് ചെയ്തിരിക്കുന്ന സന്തോഷ് നാരായണനും എല്ലാവരും വേറെ ലെവൽ ഗോഡ് മോഡിലാണ്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്കിത് തിയേറ്ററിൽ കാണുമ്പം. ഉറപ്പായിരിക്കും ഒരു തിരിച്ചുവരവ് എന്നുള്ള രീതിക്കും ഉള്ളൊരു സോങ് ആണിത്. എന്തായാലും സൂര്യയുടെ ഒരു തിരിച്ചുവരവ് ആകട്ടെ ഈ സിനിമ. എന്തായാലും ഈ സോങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് സിനിമയ്ക്കകത്ത് എല്ലാവർക്കും ഒരു എലവേഷൻ സോങ് ഉണ്ട്, എല്ലാ ആക്ടേഴ്സിനും ഉണ്ട്. സൂര്യയ്ക്ക് മാത്രമേ ഉള്ളായിരുന്നു പ്രോപ്പറായിട്ടുള്ള സാധനം ഇല്ലാത്ത. ഇപ്പോൾ സൂര്യയ്ക്കൂടെ ആയിരിക്കുകയാണ്. എന്തായാലും വേറെ റേഞ്ചിലുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇതൊരു മാസ് സോങ് മാത്രമല്ല, ഇടയ്ക്ക് കുറച്ച് റൊമാൻസ്, ഇടയ്ക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. എന്തായാലും കേൾക്കാൻ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.